الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه منيب സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പോരായ്മകൾ, പിഴവുകൾ, പാളിച്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വഖഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഫാഷിസം അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വംശീയ ഉള്ളടക്കമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്, ഐഡിയോളജിയാണ്
ഫാഷിസം എന്ന് പറയുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം മഹാഭൂരിപക്ഷത്തെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും അടിമപ്പെടുത്തി സുഖലോലുപരായി ജീവിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തെടുത്ത ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഐഡിയോളജി എന്നൊക്കെ ഫാഷിസത്തെ സംബന്ധിച്ച് നമുക്ക് നിർവചിക്കാൻ സാധിക്കും. ഈ ഫാഷിസം എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ ഒരു സൃഷ്ടിയല്ല. മനുഷ്യ സൃഷ്ടിപ്പിനോളം അതിന് പഴക്കമുണ്ട്. നമ്മളെല്ലാവരും കേട്ട വിശുദ്ധ ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അള്ളാഹു പരാമർശിച്ച ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിൽ ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് അഅറാഫിലെ 11-ാമത്തെ ആയത്ത് മുതൽ ഏതാണ്ട് 18-ാമത്തെ ആയത്ത് വരെ നമ്മളൊക്കെയും ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ്. വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങളെ രൂപപ്പെടുത്തി. സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദു, പിന്നെ മലക്കുകളോട് നാം പറഞ്ഞു ആദമിന് സുജൂദ് ചെയ്യുക. ലി ആദമ, ആദമിന് സുജൂദ് ചെയ്യുക. ഫസജദു, എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ലം യകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്തവരിൽ അവൻ ഉൾപ്പെട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചു, ആദമിനെ രൂപപ്പെടുത്തി. എന്നിട്ട് മലക്കുകളോടും ജിന്നുവർഗത്തോടും ആവശ്യപ്പെട്ടു, ആദം ഒരു സവിശേഷമായ സൃഷ്ടിയാണ്, ആദമിനെ നമിക്കണം, ആദരിക്കണം. അതിൻ്റെ മറ്റൊരു പേരാണ് ആദമിനെ സുജൂദ് ചെയ്യണം. പക്ഷേ ഇബ്ലീസ് തയ്യാറായില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിക്കുന്നു, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദാ അമർതുക, എൻ്റെ കൽപ്പന വന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസ് അതിന് കൊടുത്ത മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇബ്ലീസ് പറഞ്ഞു, ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. ഖലഖതനി മിൻ നാർ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. വഖലഖതഹു മിൻ തീൻ, അവൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്. അഥവാ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണുകൊണ്ടാണ്, ഞങ്ങളൊക്കെയും തീയാണ്. അതുകൊണ്ട് ഞങ്ങളാണ് ഉത്തമർ. ആ ഒരു വംശീയമായ ഉത്തരമാണ് ഇബ്ലീസ് കൊടുത്തത്. ഇതിന് അല്ലാഹു കൊടുത്ത മറുപടി, ഖാല ഫഹ്ബിത് മിൻഹാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. ഫമാ യകൂന ലക അൻ തതകബ്ബറ ഫീഹാ, നിനക്ക് ഇവിടെ അഹങ്കരിക്കാൻ അവകാശമില്ല. ഫഖുറുജ്, ഇറങ്ങിപ്പോവുക. ഇന്നക മിനസ് സ്വാഗിരീൻ, നീ ശപിക്കപ്പെട്ടവനാണ്, നീ നിന്ദ്യനാണ്. ആ സന്ദർഭത്തിൽ ഇബ്ലീസ് അല്ലാഹുവോട് ആവശ്യപ്പെട്ടു, അല്ലാഹുവേ, എനിക്ക് ലോകാവസാനം വരെ ജീവിക്കണം. ഖാല അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, ലോകാവസാനം വരെ ജീവിക്കണം. ഖാല ഇന്നക മിനൽ മുൻളരീൻ, നിനക്ക് ലോകാവസാനം വരെ ജീവിക്കാനുള്ള നിന്റെ ആഗ്രഹത്തെ ഞാനിതാ സാധിപ്പിച്ചു തരുന്നു. ഈ ചാൻസ് കിട്ടിയ ഉടനെ ഇബ്ലീസ് അല്ലാഹുവോട് പറയുന്നു, ഖാല ഫബിമാ ഗവൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, ഞാൻ പതിയിരുന്ന് ആക്രമിക്കും. മനുഷ്യരെ ഞാൻ പതിയിരുന്ന് ആക്രമിക്കും, നേരായ മാർഗത്തെ തൊട്ട് ഞാൻ അവരെ തെറ്റിക്കും.
സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗത്തുകൂടെ ഞാൻ പ്രവേശിക്കും. വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തുകൂടെ ഞാൻ പ്രവേശിക്കും. വഅൻ ഐമാനിഹിം, വലതു ഭാഗത്തുകൂടെ ഞാൻ പ്രവേശിക്കും. വഅൻ ശമാഇലിഹിം, ഇടതു ഭാഗത്തുകൂടെ ഞാൻ പ്രവേശിക്കും. വലാ തജിദു അക്സറുഹും ഷാകിരീൻ, നന്ദിയുള്ള ശുക്ർ ചെയ്യുന്ന ഒരാളെ പോലും നീ കണ്ടെത്തുകയില്ല. പടച്ചവനെ ഞാൻ വഴിപഴപ്പിച്ചിരിക്കും. ആരെ? മനുഷ്യരെ. ലോകാവസാനം വരെ ജീവിക്കാനുള്ള വരം കിട്ടിയപ്പോ ഇബ്ലീസ് അല്ലാഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് അല്ലാഹ് കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു. ഖാല, അല്ലാഹ് പറഞ്ഞു, ഉഖ്റുജ് മിൻഹാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. മദ്ഊമൻ മദ്ഹൂറ, ആട്ടി ഓടിക്കപ്പെട്ടവനായി, നിന്ദിനായി, പരിഹാസ്യനായി ഇറങ്ങിപ്പോവുക. ലമൻ തബിഅക മിൻഹും, നിന്റെ പുറകെ ആരെങ്കിലും വന്നാൽ അഥവാ നിന്നെ ആരെങ്കിലും പിൻപറ്റിയാൽ ലഅംല അന്ന ജഹന്നമ മിൻകും അജ്മഈൻ, അവരെ കൊണ്ട് ഞാൻ നരകം നിറയ്ക്കും. ഈ സംഭവ കഥ സൂറത്ത് അഅറാഫിലെ 11-ാമത്തെ ആയത്ത് മുതൽ 18-ാമത്തെ ആയത്ത് വരെ നമുക്ക് വായിച്ചു പഠിക്കാൻ കഴിയും. നമുക്കിവിടെ എന്താണ് മനസ്സിലായത്? ഈ സംഭവ കഥ അള്ളാഹു എന്തിനെ ഉദ്ധരിച്ചു? ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവനായി പുറത്തുപോയി. എന്താണ് അതിന്റെ കാരണം? അവൻ ഉയർത്തിയ വാദം വംശീയവാദമാണ്, അഥവാ റാസിസമാണ്. എന്റെ വംശമാണ്, എന്റെ വർഗമാണ് ശരി, ഞങ്ങളാണ് ഉത്തമർ, മനുഷ്യരൊക്കെ മണ്ണിന്റെ സന്തതികളാണ്, അതുകൊണ്ട് ഞങ്ങളെക്കാൾ തരം താഴ്ന്നവരാണ്. ഇതാണ് ഫാഷിസം. അപ്പോ ഫാഷിസത്തിന്റെ ഉത്ഭവം ഇന്നോ ഇന്നലെയോ അല്ല. മനുഷ്യാരംഭം തൊട്ട്, അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചവൻ എന്നാണോ സൃഷ്ടിച്ചത് അന്നു മുതൽ ഈ ലോകത്ത് ഫാഷിസമുണ്ട്. ഇബ്ലീസാണ് അതിന്റെ ഉപജ്ഞാതാവ്. ചിലപ്പോഴൊക്കെ ഫാഷിസം ലോകത്ത് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം അതിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാഷിസവും ഇസ്ലാമും ഈ ഒരു സംഘടനത്തിന്റെ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത്. ലോക ഹിസ്റ്ററി, ലോക ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ സംഘട്ടനം, ഫാഷിസവും ഇസ്ലാമും, ലോകത്ത് വന്ന ഏറ്റവും ശ്രദ്ധേയനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം ഏതാണ്ട് 950 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നു. ആ ചരിത്രം വളരെ സവിസ്തരമായി അള്ളാഹു പറയുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ 2 വിഭാഗമാണ് മനുഷ്യർ. അതിലൊരു വിഭാഗം മലഅ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. മലഅ്, അതിന്റെ അർത്ഥം മേലാള വർഗം എന്നാണ്. നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ സവർണർ, മേലാള വർഗം. മറ്റൊരു വർഗമാണ് അറാദിൽ, കീഴാള വർഗം, അവർണർ. ഇപ്പൊ മനുഷ്യരെ തട്ടുകളായി തിരിച്ചു വച്ചിരിക്കുന്നു. മേലാള വർഗം അഥവാ മലഅ് എന്ന് പറയുന്ന വർഗം അധികാരവും സമ്പത്തും കൊള്ളയടിച്ച്, അവരാകട്ടെ ന്യൂനപക്ഷമാണ്, എല്ലാം കൊള്ളയടിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിർക്ക് അടിച്ചേൽപ്പിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു, രാഷ്ട്രീയമായി അടിമകളാക്കുന്നു. ആരെ? മനുഷ്യരെ. ആര്? മേലാള വർഗം. ഈ ഒരു സാമൂഹിക പരിസരത്തേക്കാണ്, ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആഗമനം. അദ്ദേഹം വന്നിട്ട് എന്താണ് പറഞ്ഞത്? ശിർക്കിനെതിരെ പോരാടി. അതേപോലെ തന്നെ സാമൂഹിക ഉച്ചനീചത്വങ്ങൾ അഥവാ മനുഷ്യരെ തട്ടുകളായി തിരിക്കുന്ന ഈ പ്രവണത, അതിനെതിരെയും അദ്ദേഹം ശബ്ദിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്ത് നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പരാതിപ്പെടുന്നുണ്ട്. അദ്ദേഹം അള്ളാഹുവോട് പറഞ്ഞു, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, പടച്ചവനെ, എൻ്റെ ഈ ജനസമൂഹത്തെ ഞാൻ രാപ്പകൽ ഭേദമന്യേ വിളിച്ചു.
950 കൊല്ലം സാമൂഹ്യ രംഗത്തിറങ്ങി പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹം അള്ളാഹുവോട് പരാതിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, രാത്രിയോ പകലോ ഇല്ലാതെ ഞാൻ ഈ ജനസമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി. പക്ഷേ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഒരു ചെറിയ സംഘമല്ലാതെ, ഒരു കൊച്ചു സംഘമല്ലാതെ എൻ്റെ വിളിക്കാരും ഉത്തരം നൽകിയിട്ടില്ല. വൈന്നീ കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും, ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യരെ സംബന്ധിച്ച് പറയുമ്പോൾ, നിങ്ങൾ മനുഷ്യരെ തട്ടുകളായി തിരിക്കല്ലേ, മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ഏകനായ റബ്ബിന് വഴിപ്പെടുക എന്ന സന്ദേശവുമായി ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അവരാകട്ടെ ഫി ആദാനിഹിം, അവരുടെ ഈ വിരലുകൾ ചെവിയുടെ അകത്തേക്ക് വയ്ക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ. അതാ നൂഹ് വരുന്നു, നിങ്ങൾ ആരും നൂഹിന്റെ ശബ്ദം, നൂഹിന്റെ സംസാരം കേൾക്കരുത്. അവരാ വിരലുകൾ ചെവിക്കകത്ത് വയ്ക്കുന്നു. ഞാൻ എന്തു ചെയ്യാനാണ്? നൂഹ് നബിയുടെ സങ്കടം പ്രാർത്ഥനയുടെ രൂപത്തിൽ അദ്ദേഹം അള്ളാഹുവോട് പറഞ്ഞതാണ്. സൂറത്ത് നൂഹിലെ 4-ാമത്തെയും 5-ാമത്തെയും ഒക്കെ ആയത്തുകളിൽ അള്ളാഹുവോട് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോ അറാദിൽ എന്ന് പറയുന്ന പാവപ്പെട്ട വർഗത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മലഅ് എന്ന ഫാഷിസ്റ്റുകൾ, അവർക്കെതിരെ ശബ്ദിച്ചു അദ്ദേഹം. പക്ഷേ എവിടെയും എത്തിയില്ല. 950 കൊല്ലം കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ പൊരുൾ ആർക്കും മനസ്സിലായില്ല. പക്ഷേ നൂഹ് നബി ആ മരുഭൂമിയിൽ കപ്പലുണ്ടാക്കും. ശക്തമായ പ്രളയം വരും. ഇന്നേ വരെ ലോകം കാണാത്ത ശക്തമായ പ്രളയത്തിൽ ആ ജനസമൂഹത്തെ അള്ളാഹു മുക്കിക്കൊല്ലുന്നു. ഫാഷിസത്തെ അള്ളാഹു മുക്കിക്കൊല്ലുകയാണ്. ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ ഫാഷിസത്തിന് സാധ്യമല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഉപദ്രവിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ അവർ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പിടിച്ചു നിന്നു. എല്ലാ ആക്ഷേപങ്ങളെയും അദ്ദേഹം സഹിച്ചു. സഹന സമരത്തിന്റെ 950 കൊല്ലക്കാലം വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം അള്ളാഹു പേരെടുത്ത് പറഞ്ഞ മറ്റൊരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞ പോലെ അള്ളാഹു മറ്റൊരു പ്രവാചകന്റെയും ചരിത്രം പറയുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ ആയത്ത്, ഇന്ന ഫിർഔന, തീർച്ചയായും ഫറോവ, അലാ ഫിൽ അർള്, ഭൂമിയിൽ അഹങ്കരിച്ചു, വജഅല അഹ്ലഹാ ശിയഅ, അദ്ദേഹം തന്റെ ജനങ്ങളെ വിഭജിച്ചു. ഷിയഅ എന്ന് പറഞ്ഞാൽ തട്ടുകളായി തിരിച്ചു. മേലാളവർഗം, കീഴാളവർഗം. നമ്മുടെ ഭാഷയെ പറഞ്ഞ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ദലിത് വിഭാഗം, അതിൻ്റെ ചുരുക്കപ്പേരാണ് സവർണർ, അവർണർ. മേലാളവർഗം, കീഴാളവർഗം, ഞങ്ങളാണ് ഉത്തമർ, ഞങ്ങളാണ് ശ്രേഷ്ഠവർഗം, ബാക്കിയുള്ളവരൊക്കെ പുഴുക്കളെ പോലെ ജീവിക്കേണ്ടവരാണ്, അവർ മനുഷ്യരല്ല, മനുഷ്യരായിട്ട് പരിഗണിക്കാനേ പാടില്ല എന്ന ഒരു കാഴ്ചപ്പാട് ഫറോവ വച്ചു പുലർത്തി. അതാണ് ഷിയഅ. അദ്ദേഹം വിഭജിച്ചു. അദ്ദേഹത്തിന്റെ ജനസമൂഹത്തെ അദ്ദേഹം വിഭജിച്ചു. യസ്തളിഫു ത്വായിഫത മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗത്തെ പീഡിപ്പിച്ചു. വയുദബ്ബിഹു അബ്നാഅഹും, അവരുടെ ആൺമക്കളെ അറുകൊല നടത്തി. വയസ്തഹയി നിസാഅഹും, അവരുടെ സ്ത്രീകളെ അപമാനിച്ചു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അദ്ദേഹം ഭൂമിയിൽ വലിയ കുഴപ്പക്കാരൻ ആയിരുന്നു. ഈ ഒറ്റ ആയത്തിൽ തന്നെ, സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ ആയത്തിൽ തന്നെ ആരാണ് ഫറോവ എന്ന് വ്യക്തമായി പടച്ചവൻ പറയുന്നു. ഫാഷിസം ഏറ്റവും ക്രൂരമായ രൂപം പൂണ്ട ഒരു കാലഘട്ടം. വംശീയത, റാസിസം, അതിന്റെ ഏറ്റവും മൃഗീയമായ രൂപം പൂണ്ട ഒരു കാലഘട്ടമാണ് ഫറോവയുടെ കാലഘട്ടം. മൂസാ നബി അലൈഹിസ്സലാം അവിടേക്ക് വരുമ്പോൾ അന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു അതും ഇവിടെ അള്ളാഹു രേഖപ്പെടുത്തി. ആൺമക്കളെ കൊല്ലുന്നു,
മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്ന ആൺമക്കളെ കൊല്ലുക ഫറോവ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. എങ്ങനെയാണ് കൊന്നത്? ഒരു വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലുക, അടുത്ത വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാതെ വിടുക. എന്തിനാണ് ആ നയം സ്വീകരിച്ചത്? ഈജിപ്ത് എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. ഈജിപ്തിൽ കാർഷിക വൃത്തി ചെയ്യുന്നത് മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കിയാൽ ഈജിപ്തിൽ ദാരിദ്ര്യമാണ് സംഭവിക്കുക. ഇത് മനസ്സിലാക്കിയ ഫറോവ മുസ്ലിം ജനസംഖ്യയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ആഗ്രഹിച്ചില്ല. ഒരു വർഷം ജനിക്കുന്ന ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. അടുത്ത കൊല്ലം ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലണം എന്ന തീരുമാനം അദ്ദേഹം പുറപ്പെടുവിപ്പിച്ചു. സ്ത്രീകളെ അപമാനിച്ചു. ഇത് ഒന്നോ രണ്ടോ കൊല്ലമല്ല. നമ്മളിങ്ങനെ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് 2-3 കൊല്ലമൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ 10 കൊല്ലം. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ ഫാഷിസം അധികാരത്തിലേക്ക് വന്നിട്ട് 10 കൊല്ലം ഒക്കെ ആകുന്നേ ഉള്ളൂ. അപ്പൊ ഏതാണ്ട് 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം അങ്ങനെയൊന്നുമല്ല, നൂറ്റാണ്ടുകളോളം. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് ഭരിച്ച ഭരണാധികാരിയായിരുന്നല്ലോ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം പിന്നീട് ഈജിപ്ത് ഫാഷിസത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. കിബുത്തി എന്ന ഒരു വർഗം, ബ്രാഹ്മണിക്കൽ മേൽക്കൊയ്മ നടിച്ച ഒരു വർഗമാണ്. ആ കിബുത്തി വർഗത്തിൽപ്പെട്ട ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് ഫറോവ. അപ്പൊ കിബുത്തി വർഗത്തിൽപ്പെട്ടവർ വാദിച്ചു, മുസ്ലിങ്ങളൊക്കെ രാജ്യം വിട്ടു പോകണം, നിങ്ങളൊക്കെ വിദേശികളാണ്, ഈ രാജ്യം ഞങ്ങളുടേതാണ്. അന്ധമായ ദേശീയത. നൂറ്റാണ്ടുകളോളം ഇസ്രായേലിയർ അഥവാ മുസ്ലിങ്ങൾ സഹിച്ചത് നിസാരമായ ത്യാഗമല്ല. സ്വന്തം മക്കളെ കൺമുന്നിൽ തലക്കടിച്ചു കൊല്ലുന്നത് ഒരു ഉമ്മയും സഹിക്കില്ല. ഫറോവയുടെ കിങ്കരന്മാർ അങ്ങനെ ചെയ്തു. മുസ്ലിം കുടുംബത്തിൽ ഗർഭിണികൾ ഉണ്ടാകുമ്പോ, പ്രസവത്തിന്റെ സമയമാകുമ്പോ ഫറോവയുടെ കിങ്കരന്മാർ അവിടെ വരും. പ്രസവിച്ചു കഴിയുമ്പോൾ കുട്ടി ആണാണോ എങ്കിൽ അവരെടുക്കും, തലക്കടിച്ചു കൊല്ലും. ഇത് കണ്ട് സഹിച്ച് മാതാക്കൾ 1-2 കൊല്ലമല്ല അവിടെ ജീവിച്ചത്, നൂറ്റാണ്ടുകളോളം അവർ ജീവിച്ചു. പക്ഷെ അവര് പ്രതിരോധിച്ചു, അവര് അതിജീവിച്ചു, അവര് പരാജയപ്പെട്ടില്ല, അവര് തലകുനിച്ചില്ല. സഹന സമരത്തിന്റെ വിപ്ലവകരമായ മാതൃകയാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചത്. ഈ സന്ദർഭത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിട്ട് ഈജിപ്തിലേക്ക് വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ഫറോവ ഇങ്ങനെ അധികാരത്തിന്റെ കൊടുമുടിയിലാണ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് പരമോന്നതനായ നിങ്ങളുടെ റബ്ബ്. സൂര്യന്റെ അവതാരമാണ് ഞാൻ. സൂര്യദേവനെ ആരാധിക്കുന്നവരായിരുന്നു ഈജിപ്തുകാർ. ഞാൻ സൂര്യന്റെ അവതാരമാണ്. എൻ്റെ വാക്കുകൾക്ക് ദൈവസമാനമായ വാക്കുകളായി നിങ്ങൾ കാണണം. ഒരു തമാശയല്ല, കാര്യം പറഞ്ഞാൽ ഇത്തരം ഭരണാധികാരികളൊക്കെ ദൈവത്തെ ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അധികാരത്തിലേക്കുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇവർക്ക് ദൈവം. അബൂജഹല് പ്രാർത്ഥിക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിന്റെ വേളയിൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞ് അബൂജഹല് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആരോടാണ്? അള്ളാഹുവോട്. അള്ളാഹുവേ സഹായിക്കണേ, രക്ഷിക്കണേ. അള്ളാഹുവിന്റെ ആളായി ചമഞ്ഞുകൊണ്ടാണ് പാവപ്പെട്ട മക്കയിലെ സാധാരണക്കാരെ അബൂജഹല് പറ്റിച്ചത്. അബൂജഹലിന് അള്ളാഹു എന്നത് ഒരു ഉപകരണം മാത്രം, ഒരു ടൂളാണ്. ജനങ്ങളെ പറ്റിക്കാൻ, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ടൂളാണ്. പക്ഷേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹ് ആരാണ്? സൃഷ്ടാവാണ്, പരിപാലകനാണ്, നിയന്താവാണ്, പ്രപഞ്ച സൃഷ്ടാവാണ്. പക്ഷെ അബൂജഹലിനോ തന്റെ അധികാരത്തിലേക്ക് എത്താൻ ഒരു ഉപകരണം മാത്രമാണ് അള്ളാഹു. ഇപ്പൊ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തോ
ദൈവത്തെ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു? അത് ഹിന്ദുത്വ അല്ലെങ്കിൽ ഫാഷിസം. ദൈവത്തെ ഉപയോഗപ്പെടുത്തുന്നതും അധികാരത്തിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അധികാരത്തെ നിലനിർത്താനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഫാഷിസ്റ്റുകൾ മതവിശ്വാസികളോ ദൈവവിശ്വാസികളോ അല്ല, ഒരിക്കലുമല്ല. ഫാഷിസ്റ്റുകൾ കപട നാട്യം നടിക്കുകയാണ്. ഞങ്ങൾ മതവിശ്വാസികളാണ്, ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ്. ഇത് കള്ളവാദമാണ്. ഒരിക്കലും അവർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. അധികാരത്തിലേക്ക് എത്തുക, ജനങ്ങളെ വംശീയമായിട്ട് വേർതിരിക്കുക, അങ്ങനെ അധികാരത്തിന്റെ സുഖത്തിൽ ജീവിച്ചു മരിക്കുക എന്നതിനപ്പുറം അവർക്ക് മതത്തിലോ ആത്മീയതയിലോ ദൈവത്തിലോ വിശ്വാസമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്രകാരം ചെയ്യുമായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് വരുമ്പോൾ ഇതാണല്ലോ അവസ്ഥ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പ്രവാചകൻ പ്രബോധന കർമ്മം നിർവഹിക്കുന്നു. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുവാനാണ് അള്ളാഹു ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത്, അല്ലാതെ പേടിച്ച് പിന്മാറുവാനല്ല. പ്രവാചകനായ ശേഷം ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ചാണ് ആ പ്രവാചകത്വം കിട്ടിയത്. ഇത് തൂർസീന പർവ്വതം, അവിടെ വെച്ചാണ് പ്രവാചകത്വം കിട്ടിയത്. തൂർസീന പർവ്വതം, അവിടെ കയറി അള്ളാഹുവുമായി സംസാരിക്കുന്നു, കലാമുള്ള. അങ്ങനെ സംസാരിക്കുന്ന വേളയിൽ പ്രവാചകത്വം സമ്മാനിച്ച് ആദ്യമായിട്ട് മൂസാ നബിയോട് പടച്ചവൻ ആവശ്യപ്പെട്ടു, ഇദ്ഹബ് ഇലാ ഫിർഔൻ ഇന്നഹു തഗാ, നീ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുക, അവൻ അക്രമിയാണ്. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക, നിനക്ക് സംസ്കാരമുള്ള വിശുദ്ധിയുള്ള നല്ല ഒരു മനുഷ്യനായി കൂടെ എന്ന് അവനോട് പറയുക. നോക്കൂ നിങ്ങൾ, മുട്ടുവിറച്ച് പിന്മാറുവാൻ, പേടിച്ച് മാറി നിൽക്കുവാൻ മൂസാ നബിയോട് പടച്ചവൻ ആവശ്യപ്പെട്ടില്ല. നീ കയറി ചെല്ലുക കൊട്ടാരത്തിലേക്ക്. ആരാണ് ഫറോവ? ഈ കാര്യം പോയിട്ട് പറഞ്ഞാൽ ഫറോവ എന്തായിരിക്കും ചെയ്യുക? ഫറോവയോട് എതിർക്കാൻ ധൈര്യമുള്ള ഒരാളും ഈജിപ്തിൽ ഇല്ലാത്ത പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറി ചെല്ലുന്നു. എവിടേക്ക്? ഫറോവയുടെ കൊട്ടാരത്തിലേക്ക്. ഇതായിരുന്നു പ്രവാചകന്മാർ. അവർ പേടിച്ച് പിന്മാറിയിട്ടില്ല. അവസാനം ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിലെ മുസ്ലിങ്ങളെ മൊത്തം രക്ഷപ്പെടുത്തി പലായനം ചെയ്യുകയാണ്. ഫലസ്തീൻ അവിടേക്ക് പലായനം ചെയ്യുന്ന ഘട്ടത്തിൽ മുമ്പിൽ കടലാണ്, പുറകിൽ ഫറോവയുടെ സൈന്യമാണ്. ആ സമയത്ത് ചില വിശ്വാസികളൊക്കെ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, മൂസാ, നമ്മളിപ്പോ എന്ത് ചെയ്യും? പുറകിലാകട്ടെ സൈന്യമല്ലേ, മുമ്പിലാകട്ടെ വലിയ കടലല്ലേ, നമ്മളിനി എന്ത് ചെയ്യും? ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അവിടെയും തോറ്റുകൊടുക്കുന്നില്ല. ആ പ്രവാചകൻ അവരോട് പറഞ്ഞ കാര്യം എന്താ? ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരൂ. വഴി കാണിച്ചു കൊടുത്തില്ലേ? ചെങ്കടലിൽ ഫാഷിസം മുങ്ങി മരിച്ചു. ഒരുപാട് കാലം അതിന് ആയുസ്സുണ്ടായില്ല. ആ ഫാഷിസം ഫറോവയോടൊപ്പം അവിടെ മുങ്ങി മരിക്കുന്നു. ചരിത്രം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഫാഷിസത്തെ നമ്മൾ ഭയപ്പെടരുത്. അങ്ങനെ മുട്ടുമടക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വാക്കും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഈ ചരിത്രമൊക്കെ അള്ളാഹു നമ്മോട് എന്തിനു പറയുന്നു? അരക്ഷിതമായ, രക്ഷയില്ലാത്ത, പ്രശ്നകലുഷിതമായ കാലാവസ്ഥകളിലൂടെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവര് തലകുനിച്ചിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല, പരാജയം സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ക്ഷമയുടെ, സഹനത്തിന്റെ നിസ്തുല മാതൃകകളാണ് അവർ സമർപ്പിച്ചത്. ഈ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിച്ചു പോകരുത്. വലാ തഹിനു, നിങ്ങൾ പ്രയാസപ്പെട്ടു പോകരുത്. അൻതുമുൽ അഅലൗന, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. ആരെ? മുസ്ലിങ്ങളായ നമ്മൾ. പീഡിതരായി, നിന്ദ്യരായി, പതിതരായി, നിസ്സഹായരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ.
വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന, നിങ്ങളാണ് ഉന്നതർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അതെന്താ അല്ലാഹ് അങ്ങനെ പറഞ്ഞത്? ആദ്യം പറഞ്ഞു നിങ്ങൾ തലകുനിക്കേണ്ടവരോ, പതിതരായി കൈനീട്ടി യാചിച്ച് മാപ്പ് സാക്ഷിയായി കൈകൂപ്പി. ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണ്. കൈകൂപ്പി നിൽക്കുന്ന, കണ്ണ് കലങ്ങി, കണ്ണ് ചുവന്ന് കരഞ്ഞ് ദുഃഖത്തിന്റെ ഒരു മുഖവുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു അപമാന ഭാരമുണ്ട്. പക്ഷെ അല്ലാഹ് പറയുന്നു, നിങ്ങൾ അങ്ങനെ നിൽക്കേണ്ടവരല്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന, നിങ്ങൾ അത്യുന്നതരാണ്. അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹുവിന്റെ ദാസന്മാർ, ആ നിങ്ങളെയാണ് അല്ലാഹ് ഈ ഭൂമി ഏൽപ്പിച്ചു തന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹ് ഏൽപ്പിച്ചു കൊടുത്ത ഈ ഭൂമി നിങ്ങളെ അല്ലാഹ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഉന്നതരാണ്. പക്ഷേ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാകണം. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകണം. ഫറോവയ്ക്കെതിരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചവൻ സഹായിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്തപ്പോ പ്രവാചകന്റെ തലയ്ക്ക് പ്രഖ്യാപിച്ചത് 100 ഒട്ടകമാണ് ഇനാം. പ്രവാചകനെ കൊന്ന് അല്ലെങ്കിൽ കൊല്ലാതെ തല വെട്ടി ആ പ്രവാചകനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ഭീകരമാണ് അന്തരീക്ഷം. ആ പ്രവാചകനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി മക്കയുടെ തെരുവോരങ്ങളിൽ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. ഗുണ്ട മാഫിയകൾ തെരുവോരങ്ങളിലൂടെ ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകരെ പിടിക്കാൻ രാപ്പകൽ ഭേദമന്യേ ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സൗർ ഗുഹയിലാണ്. 3 ദിവസമാണ് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കൂട്ടിന് താമസിക്കുന്നത്. ഈ പറയപ്പെട്ട ആളുകൾ കുതിരയുടെ കാലിന്റെ ശബ്ദം ഈ പറയുന്ന സൗർ ഗുഹയുടെ ആ ജബൽ സൗർ അവിടെയും എത്തി. കുതിരയുടെ കാലുകൾ ആ ഒച്ച കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ പേടിച്ചുകൊണ്ട്, റസൂലേ, എനിക്ക് എന്നെ കുറിച്ച് പേടിയില്ല, താങ്കളെ കുറിച്ചാണ് പേടി. താങ്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? അബൂബക്കർ ഇങ്ങനെ വല്ലാതെ ഭയപ്പെട്ടപ്പോ റസൂൽ പറഞ്ഞ വഖാല ലിസാഹിബിഹി, റസൂൽ അബൂബക്കറിനോട് പറഞ്ഞ ഒരു വർത്തമാനം വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ നമ്മളൊക്കെ വായിക്കാൻ വേണ്ടി രേഖപ്പെടുത്തി വച്ചു. ഖാല ലിസാഹിബിഹി ലാ തഹ്സൻ ലാ തഹ്സൻ, നീ പേടിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഈ, തീർച്ചയായും പടച്ചവൻ നമ്മുടെ കൂടെയുണ്ട്, നീ പേടിക്കേണ്ടതില്ല. അവിടെ പ്രവാചകൻ തോറ്റു കൊടുത്തിട്ടില്ല, പ്രവാചകൻ തല കുനിച്ചിട്ടുമില്ല. അല്ല, ആലോചിച്ചു നോക്കുക. ഇതൊരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ പ്രവാചകൻ ജീവിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ തലയെടുത്തു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം, മക്ക മുഴുവൻ ആളുകൾ. പ്രവാചകരാകട്ടെ സൗർ ഗുഹയിൽ 3 ദിവസം ഒളിച്ചു താമസിക്കുന്നു. അവിടെയും തോറ്റുകൊടുത്ത, പതറിയ, മാപ്പപേക്ഷ എഴുതി കൊടുക്കുന്ന, കൈകൂപ്പി നിൽക്കുന്ന ഒരു പ്രവാചകനെ വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടില്ല. മറിച്ച് സ്ഥൈര്യത്തോടെ, ധൈര്യത്തോടെ വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമ്മൾ തന്നെയാണ് ഉന്നതർ. പിന്നെ എന്താ അവിടെ സംഭവിച്ചത്? ഈ കാലാവസ്ഥയെല്ലാം കഴിഞ്ഞ് അവസാനം മക്കയിലേക്ക് ആ പ്രവാചകൻ ഒട്ടകത്തിന്റെ പുറത്ത് രാജകീയ പ്രൗഢിയോടെ കടന്നു വരുന്നുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയശ്രീലാളിതനായി പ്രവാചകൻ ഇങ്ങനെ കടന്നു വരുമ്പോ ശത്രുക്കളൊക്കെ പേടിച്ച് വിറച്ച്, പക്ഷേ പ്രവാചകൻ അവർക്കെല്ലാം മാപ്പ് കൊടുക്കുന്നു. അപ്പൊ ഫാഷിസത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല. അതൊരു വരണ്ട പ്രത്യയശാസ്ത്രമാണ്. ഫാഷിസം ശ്രമിക്കുന്നത് നമ്മെ പേടിപ്പിക്കാനാണ്. ഫാഷിസത്തിന്റെ ആയുധം പേടിപ്പിക്കലാണ്. നമ്മളെങ്ങാനും പേടിച്ചു പോയാൽ ഫാഷിസം ജയിക്കും. പക്ഷേ ഫാഷിസത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല. സധൈര്യം ഉറച്ചു നിൽക്കുക എന്നതാണ് ഫാഷിസത്തെ പരാജയപ്പെടുത്താനുള്ള ഒന്നാമത്തെ ആയുധം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ഈ ഫാഷിസത്തിന് വല്ലാത്ത ഒരു ദേഷ്യവും? മുസ്ലിങ്ങളെ വർഗീയവാദികളായിട്ടും അല്ലാതെയും മോശമായിട്ടും ചിത്രീകരിക്കാൻ എന്താണ് കാരണം?
കാരണം ഫാഷിസം എന്നത് മനുഷ്യരെ തട്ടുകളായി തിരിക്കുന്ന ഒരു ഐഡിയോളജി ആണെങ്കിൽ ഇസ്ലാം എന്നത് മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു ഐഡിയോളജിയാണ്. കുല്ലുക്കും ആദം, ആദമിൻ തുറാബ്, എല്ലാവരും ആദമിന്റെ മക്കൾ, ആദമാകട്ടെ മണ്ണിന്റെ മക്കൾ. അന്നാസു സവാസിയുൻ കഅസ്നാനിൽ മുഷ്ത്, മനുഷ്യരൊക്കെ പല്ലിന്റെ ചീർപ്പ് പോലെ സമന്മാരാണ് എന്ന് പ്രവാചകൻ പറയുന്നത് ഏതൊരു പശ്ചാത്തലത്തിലാണ്? ഇങ്ങനെ മനുഷ്യരെ തട്ടുകളായി തിരിച്ച ഇപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചയുണ്ട്, പറയാൻ സമയമില്ല. ബിലാൽ ഒരു തോർത്തൊടുത്ത് ഇങ്ങനെ, ബിലാൽ രാത്രിയാണ്, രാത്രിയുടെ കറുപ്പ് കൊണ്ട്, ബിലാലിന്റെ കറുപ്പ് കൊണ്ട് പ്രവാചകൻ ബിലാലിനെ കണ്ടില്ല. കണ്ണിന്റെ വെളുപ്പ് കൊണ്ട് കണ്ണ് തുറന്നു പിടിച്ചപ്പോ ആ കണ്ണിന്റെ വെളുപ്പ് കൊണ്ട് ബിലാലിനെ കണ്ട പ്രവാചകൻ മാടി വിളിച്ചിട്ട് ഒട്ടകത്തിന്റെ ചാണകം മണക്കുന്ന ബിലാലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പ്രവാചകന്റെ വെളുത്തു തുടുത്ത ആ മാറിലേക്ക് ബിലാൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ആ ദൃശ്യം, ബിലാൽ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ബിലാൽ പറയുന്നത്, എന്നെ മനുഷ്യനായിട്ട് ആദ്യം അംഗീകരിച്ചത് ഞാൻ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല ഞാനൊരു മനുഷ്യനാണെന്ന്. ചാണകം മണക്കുന്ന കാലിത്തൊഴുത്തിൽ കുതിരലായത്തിൽ അന്തി ഇറങ്ങുന്ന ഞാൻ, എന്നെ മനുഷ്യനായി പരിഗണിച്ച പ്രവാചകൻ, അതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഫാഷിസത്തിന് വെറുപ്പ് നമ്മളോട്. നമ്മൾ മനുഷ്യരെ ഒന്നായി കാണുന്നു. ഫാഷിസം ആഗ്രഹിക്കുന്നതോ തട്ടുകളായിട്ട് മനുഷ്യരെ കാണാൻ, ഒരു വർഗത്തിന് മാത്രം ശ്രേഷ്ഠത, അവർക്ക് മാത്രം അധികാരം, അവർക്ക് മാത്രം സമ്പത്ത്, മറ്റുള്ളവരൊക്കെ പുഴുക്കളെ പോലെ ജീവിച്ചാൽ മതി. നമ്മൾ അതിനെതിരാണ്. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിലും ഈ ഫാഷിസത്തെ പരാജയപ്പെടുത്തിയത് ഇസ്ലാം മാത്രമാണ്. വിചാരധാരയിൽ ഈ ഫാഷിസത്തിന്റെ ഇന്ത്യൻ ആചാര്യൻ ഗോൾവാൾക്കർ രേഖപ്പെടുത്തി വച്ചല്ലോ. എന്താ എഴുതി വച്ചത്? ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ മൊത്തം ഉന്മൂലനം ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും ക്രൈസ്തവരെയും പിടികൂടാൻ. അപ്പൊ ഒന്നാമത്തെ ശത്രു എന്ന് രേഖപ്പെടുത്തി വയ്ക്കാനുള്ള കാരണം ഇതാണ്. ഇവരുടെ അധികാരത്തിലേക്കുള്ള പോക്കിന് തടസ്സം നമ്മളാണ്. അപ്പൊ മാനവികത അഥവാ ഹ്യൂമാനിറ്റിയെ ഉയർത്തിപ്പിടിക്കുക, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുക, പടച്ചവന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. മുസ്ലിങ്ങളായ നമ്മൾ, ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് ഇൻ കുന്തും മുഅ്മിനീൻ, നമുക്ക് മുഅ്മിനീങ്ങളാകാൻ കഴിയണം, എങ്കിലേ പടച്ചവന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ആ പ്രവാചകൻ ഏറ്റുവാങ്ങിയപ്പോ അദ്ദേഹം തന്റെ സഹപ്രവർത്തകരോട് പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ആ സന്ദർഭത്തിൽ യേശുക്രിസ്തുവിന്റെ ഈസാ നബിയുടെ അപ്പോസ്തലന്മാർ അഥവാ സഹാബിമാർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുണ്ട് സഹായിക്കാൻ, നഹ്നു അൻസാറുല്ലാഹ്. അപ്പൊ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനി മാർഗത്തിൽ പണിയെടുക്കുക, മുഅ്മിനീങ്ങളായി, ക്വാളിറ്റിയുള്ള മുഅ്മിനീങ്ങളായി മാറുക. ഏതെങ്കിലും ഒരു മുസ്ലിമായ പോരാ, നിലവാരമുള്ള മുസ്ലിങ്ങളായി മാറുക. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇപ്പോഴും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോഴും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾ യഹൂദരെ ഈ വിഷയത്തിൽ ഒന്ന് പഠിക്കേണ്ടതാണ്. ലോകത്തെ ന്യൂനപക്ഷമായ യഹൂദർ അവർ വിദ്യാഭ്യാസത്തിലൂടെ എവിടം വരെ എത്തിയിരിക്കുന്നു. ലോകത്തെ തന്നെ നിയന്ത്രിക്കുകയാണ് അവർ. എന്നാൽ അള്ളാഹു ഈ സംഗതി പറഞ്ഞത് ആരോടാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ വായിച്ചു പഠിക്കുക. അത് കിതാബോധി പള്ളിയിൽ ഒരു ഉസ്താദാവുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എല്ലാ കീ പോയിന്റിലും നമുക്ക് എത്താൻ കഴിയണം. ഈ രാജ്യത്തിന്റെ, ലോകത്തിന്റെ, അതിനുള്ള വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസമാണ് വിപ്ലവത്തിന്റെ, പോരാട്ടത്തിന്റെ, വിജയത്തിന്റെ ഒന്നാമത്തെ പടി. ഇപ്പോഴും നമ്മൾ എവിടെ എത്തി നിൽക്കും? എന്നാൽ ഫാഷിസ്റ്റുകൾ അത് കണ്ടറിഞ്ഞ് ഈ രാജ്യത്തിന്റെ കീ പോയിന്റുകളിൽ എത്തപ്പെട്ടിരിക്കുന്നു. ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നിസ്കരിച്ച് നോമ്പെടുത്ത് തഖ്വയിൽ ജീവിച്ച് അങ്ങനെ പള്ളിയിൽ വന്ന് പുറത്തു പോയാൽ മാത്രം പോരാ. നമുക്ക് പള്ളിയിൽ മാത്രമല്ല പുറത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ട രൂപത്തിൽ പ്രതിരോധിക്കാനുള്ള ആത്മീയമായ കരുത്തും വൈജ്ഞാനികമായ കരുത്തും നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. പ്രയാസങ്ങളാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തും രോഗശമനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മെ വിട്ട് മരണപ്പെട്ടു പോയവർ നമ്മുടെ ഈ പ്രദേശത്ത് ധാരാളം ആളുകളുണ്ട്. അവരിപ്പോൾ ഖബറിലാണ്. അള്ളാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. ഒരുപാട് ആളുകൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മരണമാണ് ഉത്തമമെങ്കിൽ അള്ളാഹുവേ, നീ അവർക്ക് മരണം പ്രദാനം ചെയ്യണമേ. അതല്ല, ജീവിതമാണ് ഉത്തമമെങ്കിൽ അള്ളാഹുവേ, നീ അവർക്ക് ദീർഘായുസ്സും ജീവിതവും പ്രദാനം ചെയ്യണമേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്തെ പ്രതിസന്ധിയിൽ അകപ്പെട്ട്, പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് ഇസ്സത്തും പ്രതാപവും പ്രദാനം ചെയ്യണമേ. തമ്പുരാനെ, ഞങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികൾ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് മുസ്ലിം സമുദായത്തെയും അല്ലാത്തവരെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അക്രമകാരികളായ ഭരണകൂടങ്ങളുണ്ട്. അള്ളാഹുവേ, നീതിയും സത്യവും പുലരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ നാഥ. അള്ളാഹുവേ, ലോകത്ത് സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവേ, നീ അവർക്ക് ദീർഘായുസ്സും വിജയവും പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ റളഅൻ അൻ അർബഅത്തി ഖുലഫാഇർ റാഷിദീൻ വഅഫ്ദലു ഉമറാഇൽ മുർഷിദീൻ വഹുവൽ ഇമാമുശ് ശഫീഖ് വഅമീറുൽ മുഅ്മിനീൻ അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി റളിയല്ലാഹു അൻഹും വഅൻ ബഖിയ്യത്തി അസ്ഹാബി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين وأذل النفاق والمنافقين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشبه خلقنا بالنار ولا تجعلنا من خطب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.